എല്ലാവർക്കും അബു വേൾഡിലേക്ക് സ്വാഗതം. വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ മമ്മൂക്ക. മറ്റൊന്നുമല്ല, 7ാമത് സ്റ്റേറ്റ് അവാർഡ് മമ്മൂക്കയെ തേടിയെത്തുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിലാണ് അതിൻ്റെ ഫലപ്രഖ്യാപനം. ആസിഫിൻ്റെ 4ഓളം സിനിമകളും കൂടെ മത്സരിക്കുന്നുണ്ട്. തലവൻ, അഡിയോസ് അമിഗോസ്, ലെവൽ ക്രോസ്, കിഷ്കിന്ധാഖണ്ഡം, ഈ 4 സിനിമയിലും വ്യത്യസ്തമായ അഭിനയം കാഴ്ചവെച്ചിരിക്കുകയാണ് ആസിഫ് അലി. കഴിഞ്ഞ വർഷം ആസിഫ് അലിക്ക് ജസ്റ്റ് മിസ്സായിരുന്നു ഈ സംസ്ഥാന അവാർഡ്. ഒരു നൂലിന് കിട്ടിയില്ല എന്നുള്ള രീതിയിലായിരുന്നു ആസിഫിന് നഷ്ടമായത്. അത് ഇപ്രാവശ്യം തിരിച്ചെടുക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കൂടെ വിജയരാഘവനുണ്ട് മത്സരത്തിന്. നമുക്കറിയാം, രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ബ്രഹ്മാണ്ഡ ചിത്രമാണ് ഭ്രമയുഗം. മലയാള സിനിമ ആസ്വാദകരെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ച ആ ഒരു ചിത്രത്തിലെ നെഗറ്റീവ് ക്യാരക്ടർ, കൊടൂര വില്ലൻ കൊടുമൻ പൂറ്റിയെ ആരും മറന്നിട്ടുണ്ടാവില്ല. ഒറ്റ മുണ്ടും ഒറ്റ തോർത്തുമെടുത്ത് സ്ക്രീനിൽ നിറഞ്ഞാടിയ മമ്മൂക്ക ചാത്തനെ ജീവിച്ച് കാണിച്ചു തരികയായിരുന്നു കൊടുമൻ പോറ്റിയിലൂടെ. അതിലഭിനയിച്ച സിദ്ധാർത്ഥ് ഭരതും അർജുൻ അശോകനും മോശമില്ലാത്ത രീതിയിൽ തന്നെ അവരുടെ പെർഫോമൻസ് അവരും കാഴ്ചവെച്ച ഒരു സിനിമയാണ് ഭ്രമയുഗം. എടുത്തു പറയേണ്ടത് മമ്മൂക്കയുടെ അനായാസമായ പെർഫോമൻസ് തന്നെയാണ്. കിടു, ഒന്നും പറയാനില്ല. തകർത്ത ഒരു സിനിമയാണ് ഭ്രമയുഗം. ആസിഫിന്റെയും വിജയരാഘവന്റെയും പോരാന്നല്ല പറഞ്ഞു വരുന്നത്, പക്ഷെ കൊടുമൻ പോറ്റിയോളം വരില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഭ്രമയുഗത്തിലെ അവസാന ക്ലൈമാക്സ് 15 മിനിറ്റ് മമ്മൂക്ക അഭിനയിച്ച് തകർത്ത് അർമാദിച്ച് ജീവിച്ച് കാണിച്ചതാണ്. മമ്മൂക്ക അഭിനയിച്ച് തിമിർത്ത് അർമാദിച്ച് ജീവിച്ച് കാണിച്ച ഒരു സിനിമയാണ് ഭ്രമയുഗം. എന്തായാലും സംസ്ഥാന അവാർഡ്, 7ാമത്തെ അവാർഡ്, അത് മമ്മൂക്കയെ തേടി എത്തുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. അപ്പം നിങ്ങൾക്ക് നിങ്ങളതായ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആർക്കായിരിക്കും കിട്ടും എന്നുള്ളത്. ഇനിയിപ്പോൾ മമ്മൂക്കാക്ക് കിട്ടുമോ, വിജയരാഘവന് കിട്ടുമോ, ആസിഫ് അലിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരുമോ എന്നൊക്കെ ഓരോരോ അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് കമൻറ്റ് രേഖപ്പെടുത്തണം. ഏതായാലും ആഗസ്റ്റ് മാസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആർക്കായിരിക്കും ഇതിൻ്റെ ജയപരാജയ തോൽവികളും വിജയങ്ങളൊക്കെ ആരെ കൂടെ നിൽക്കാന്നുള്ളത് നമുക്ക് ആഗസ്റ്റ് മാസം വരെ കാത്തു നിന്ന് കാണാം. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, കൂടെ ഹൈപ്പ് ബട്ടൺസും കൂടി ഒന്ന് നിൽക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ